ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാനിക്കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഡാനി ഉറച്ച് നമ്മളിന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡാനിക്കുട്ടി നോക്ക് ഗൈസ്, ഇവിടെ തന്നെ നല്ല സുഖമായിട്ടിരിപ്പുണ്ട്. പക്ഷേ കുളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മടിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു നോക്കൂ ഗൈസ്, നമ്മുടെ ഡാനിക്കുട്ടി ഗ്യാസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അവിടെയാണ് ബക്കറ്റ് വെച്ചിരിക്കുന്നത്. പാവം ഡാനി ഇവിടെ കണ്ടോ കിടപ്പ്. ഡാനി നോക്ക്, എന്തിനാ പോണ നീ? ഇപ്പം കുളിക്കാനാ പോണ് ഡാനി? അപ്പോൾ ഗൈസ്, വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഇത്ര പേടിയെന്ന് തോന്നുന്നു ഡാനി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പെറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. നോക്കൂ ഗൈസ്, നമ്മുടെ ഡാനിക്കുട്ടി പപ്പയെ തന്നെ നോയിക്കൊണ്ടിരിപ്പുണ്ട്. ഇതാ വെള്ളമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെ. ഡാനിതാ പോകുന്നില്ല, എൻ്റെ അടുത്ത് വന്നിപ്പുണ്ട്. അയ്യോ എന്നെ കുളിപ്പിക്കലേന്ന് പറഞ്ഞിട്ടിരിപ്പുണ്ട് ഇവിടെ. നോക്കൂ ഗായ്സ്, നമ്മുടെ ഡാനിക്കുട്ടി. അയ്യോ വെള്ളം തെറിപ്പിച്ചേ. ഫ്രണ്ട്സ്, നമ്മുടെ ഡാനിക്കുട്ടിയുടെ കുളിക്കുന്നുണ്ട്. ഡാനിക്കുട്ടി അപ്പോൾ ഗൈസ്, ചെവറിലൊക്കെ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അവളിങ്ങനെ ഓടി നടക്കും. കുളിപ്പിക്കണവരെ അവരെ പറയക്കൂടെ അങ്ങനെ നടക്കേണ്ട ഗതിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പെറ്റിൽ കേറ്റാണോ ഇഷ്ടം, ഡോഗാണോ ഇഷ്ടം? ഡോഗ് ഇഷ്ടമാവോ ലൈക്ക് ചെയ്യുക. അപ്പം എനിക്ക് പെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പപ്പയ്ക്ക് പെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ കോഴിയുണ്ട്, കിളിയുണ്ട്, നമ്മുടെ ഡാനിയുണ്ട്. ഡാനി ഇപ്പോൾ ഫേമസ് ആണ് ഗൈസ്, ഫേമസ് അല്ലേ ഡാനിക്കുട്ടി? ഗൈസ്, പിന്നെ നമ്മുടെ ഫിഷ്. അപ്പോൾ ഗൈസ്, ഇത് ഹിമാലയയുടെ ഒരു ക്രീമാണ്, പെറ്റ് ക്യാറ്റിനൊക്കെ ഉപയോഗിക്കാന്നുള്ളതാണ്. പിന്നെ ഇത് വെച്ചാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡാനി ഇവിടെ നിന്ന് കുറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ദേഹത്തൊക്കെ ആയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത് ഇനി ഡാനിയുടെ ദേഹത്തോട്ട് തേക്കാൻ പോവുകയാണ് ഗൈസ്, തേക്കാൻ പോവുക. വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നു ഇവിടെ ദേഹം. വെള്ളം ഒഴിക്കുന്നു, അടിയിലൊന്നും പോകുന്നില്ല വെള്ളം. ലാസ്റ്റാണ് തലയിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, നല്ലവണ്ണം ഒരച്ച് തേക്കുന്നുണ്ട്. ഇതപ്പം അതെല്ലാം വെളിയിലുണ്ട്. സോപ്പ് വയ്ക്കുമ്പോൾ മാത്രം അങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡാനിക്കുട്ടി, ഡാനിക്കിപ്പോൾ ദേഷ്യം വന്നിരിക്കുക, എങ്ങനെയാണ് ഇവിടെ ഒഴിയാന്ന് പറഞ്ഞിട്ട്. ഡാനി ഗൈസ്, നമ്മുടെ ഡാനി നോക്കൂ ഗൈസ്, ചെവിയിലൊക്കെ സാപ്പായിട്ടാണ്. നമ്മുടെ ബീഗൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഭയങ്കര ഒരു സ്നേഹവും പിന്നെ അതിൻ്റെ ചെവിയാണ് നിങ്ങൾ കണ്ട് ഗൈസ്. ആനക്കുട്ടിയെ പോലെ നല്ല ക്യൂട്ടായിട്ടിരിക്കുക അല്ലേ ഡാനിക്കുട്ടി? ഡാനിക്കുട്ടി എൻ്റെ പൊന്നാണ് ഗൈസ്. നോക്കൂ ഗൈസ്, നമ്മുടെ ഡാനിക്കുട്ടി തടവാനൊക്കെ നല്ലോണം കാണിച്ചു തരും. അവൾക്ക് ഇങ്ങനെ താളിയുടെ അവിടെ തടവാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ സോപ്പ് പത കണ്ടോ ഗൈസ്. ഡാനിക്കുട്ടി ഈ കണ്ണൊക്കെ ചുമന്നിറങ്ങി. ഇവള് കുളിക്കുന്ന സമയത്ത് ഇവളെ കണ്ണൊക്കെ നല്ലോണം ചുമക്കാം കേട്ടോ ഗൈസ്. ഡാനിയുടെ പോകത്തിട്ട് വെള്ളം നനച്ചോടത്ത്. അയ്യോ, നമ്മുടെ ഡാനി നമ്മുടെ തൊട്ടിക്കൊണ്ട് വരണേ. ലാസ്റ്റ് എൻ്റെ ദേഹം കൊണ്ട് സോപ്പാക്കി വെച്ചേരി. ഇനി രണ്ടാമത്തെ വട്ടം. ഇപ്പോൾ നമ്മുടെ ഡാനി ഗായ്സ് നമ്മളെ
ഡാനിക്ക് ഇപ്പം സോപ്പ് തേച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ 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 ഡാനി അയ്യോ അയ്യോ. നമ്മുടെ ഡാനിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഗായ്സ് നോക്കുക. അയ്യോ ഡാനി നിങ്ങൾ പാവം കുഞ്ഞിനെ പോലെ ഇരിപ്പുണ്ട്. ഗായ്സ് ഡാനി നിൽക്കണുണ്ടോ ഗായ്സ്? ഡാനി ഉറങ്ങുമ്പോൾ നിങ്ങൾ കാണണം. അവളിങ്ങനെ കിടന്ന് മലന്ന് കിടന്ന് ഉറങ്ങും. മനുഷ്യന്മാരൊക്കെ പോലെയാണ് കിടന്ന് ഉറങ്ങണതൊക്കെ. ഡാനി ഇങ്ങനെ നോക്ക്. ആ കപ്പിൽ വെള്ളമെല്ലാം കാണാണ്ടായിരിക്കും പോയത്. എപ്പോഴും നമ്മൾ പൈപ്പിൻ്റെ അവിടെ ബക്കറ്റ് വെച്ചിരിക്കുക. അവിടെ പോയി അവിടെ ഉള്ള വെള്ളം മൊത്തം എടുത്ത് കുടിച്ചാളെ അവിടെ എത്തി നിന്നിട്ട്. അല്ലേ ഡാനി? അപ്പോൾ സോപ്പ് തെറിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മേലുള്ള സോപ്പാക്കി തന്നേ. അയ്യോ വെള്ളം ഒഴിക്കുന്നുണ്ട് കാശ്. വെള്ളം പട്ടികൾക്ക് ഒരു അലർജിയാണ്. കുളിപ്പിക്കൽ മാത്രം. വെള്ളം കുടിക്കാനൊന്നും ഒരു മടിയുമില്ല. വെള്ളം എപ്പോൾ കൊടുക്കാനും കുടിക്കേ. തുള്ളി നിപ്പുണ്ട്. അതിൻ്റെ ഒപ്പം ക്യാമറ ഒന്നും. അയ്യോ ദൈവമേ എൻ്റെ ദേവത്തെ വെള്ളമാക്കി തന്നേ. അപ്പം നമ്മൾ 2 വട്ടം ചെയ്ത് കൊടുക്കണം. ഇത് അടുത്ത വട്ടം ചെയ്യണം. ഗൈസ് നിങ്ങൾ ഡാനിയുടെ പോകം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? കണ്ണടച്ച് വെച്ചിട്ടുണ്ട് സോപ്പയ്ക്കണതായിട്ട്. ഡാനി ഇങ്ങോട്ട് എത്തി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഡാനിക്കുട്ടിയെ അയ്യോ കണ്ണു പൊട്ടി വെച്ചേ. ഗൈസ് നമ്മുടെ ഡാനിയുടെ കണ്ണൊക്കെ ബാബ പൊട്ടി വെച്ച്. കണ്ടോ ഗൈസ് ഇരിക്കുന്നത് നമ്മുടെ ഡാനിക്കുട്ടി. ഡാനിക്കുട്ടി പപ്പടെ കയ്യെല്ലാം നക്കണ്. സോപ്പൊക്കെ ഇരിക്കുകയാണ്. എന്ത് ഡാനി എന്ത്? കണ്ടോ ഗൈസ് നമ്മുടെ ഡാനിയുടെ കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട്. കാലൊക്കെ ഇട്ട് തേച്ച് കൊടുക്കുകയാണ്. ഡാനി ഇത് വിളിച്ചടഞ്ഞൊരു നോക്കലുണ്ടേ. ഡാനി ഇപ്പം നല്ല പൊക്കത്തിനൊക്കെയാണ് ജമ്പൊക്കെ ചെയ്യണത്. അല്ലേ ഡാനിക്കുട്ടി? അയ്യോ അപ്പം ഗൈസ് പൊളിയല്ലേ? അപ്പം ഗൈസ് നിങ്ങൾ നോക്കുന്നതായിരിക്കും ഇതെന്താ ഈ സാധനം മുന്നേക്ക്. അപ്പം നമ്മുടെ മൈക്കിൽ ചാർജ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഗൈസ്. ഇത് യൂസ് ചെയ്തത്. അപ്പോൾ 1.5 കുടക്ക ഇവിടെ ഒരാൾ കുളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതെവിടെയൊക്കെ സോപ്പിൻ്റെ വെള്ളമായിരിക്കുന്നത്. അയ്യോ അവിടെ പോയിട്ട് 2-3 കുടയിലൊക്കെ ഉണ്ട്. അപ്പുറത്ത് കോഴീനെ തുറന്നിട്ടിരിക്കുകയാണ്. കോഴിയോട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഗൈസ്. കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഇവക്ക് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കൊടുക്കാൻ ആളെങ്കിലും ചുരുങ്ങി നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഗൈസ് നമ്മുടെ ഡാനിയുടെ തലയിലൊക്കെയാണ് സോപ്പൊക്കെ എടുത്ത് തേച്ച് കൊടുക്കുന്നത് ഗൈസ് പപ്പ. അപ്പം ഗൈസ് നമ്മുടെ ഡാനിക്ക് സോപ്പ് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയ്യോ തെറ്റിപ്പോയി. അപ്പം ഗൈസ് നമ്മുടെ ഡാനിക്ക് ഷാമ്പു തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നാൽ ചെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് ആക്കിയത്. ഒരു നല്ല ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ വേറെ ബട്ടർഫ്ലൈ വന്നിട്ടില്ല. ആകെ അന്ന് എന്തിനോ ഒരു ബട്ടർഫ്ലൈ വന്നത്. അപ്പം നമുക്ക് ഡാനിക്ക് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം ഗൈസ് നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഡാനിൻ്റെ അവസാനത്തെ സമയമാണ്. നമുക്ക് ഇനി ഡാനിയെ കുളിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഡാനിക്ക് വെള്ളം ഒഴിച്ചു തുടങ്ങുകയാണ്. വാലാട്ടുന്നില്ല ഗൈസ്, വാലാട്ടുന്നില്ല. ഡാനി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഡാനിക്കുട്ടി
അവൾക്ക് അവളെ ദേഹത്ത് ചങ്ങലയിടാൻ തുടങ്ങണ ഇഷ്ടമില്ല ഗൈസ്, ഇഷ്ടമില്ല. ചിലപ്പോൾ കടിക്കാനും ചാൻസ് കൂടുതൽ കുറയാനും. അമ്മച്ചിയെ കൊടഞ്ഞേ. ഇവിടെ 1.5 കൊടകാലിനായിട്ട് ഡ്രസ്സ് മൊത്തം നനഞ്ഞ്. ഇവളും കുളിച്ച് ഞാനും കുളിച്ച്. ഡാനി ചുച്ചു അമ്മച്ചിയെ വീട് കൊടഞ്ഞേ. വീണ്ടും ചെളിയിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഡാനി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞുള്ള മെലിന പോലെ ഇരിക്കും ഗൈസ്. ഇവിടെ കുഞ്ഞിലൊക്കെ നല്ല ഗണ്ട് പണിയ പോലെയാണ് ഇരുന്നത്. ഞങ്ങൾ വീഡിയോ ഇട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ പോയി നോക്കണേ. ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതിലിവിടെ തന്നെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി ഗൈസ്. അതിൽ കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഇവിടെ നല്ല പാവായിരുന്നു. ഇപ്പോഴോ പൊന്നേ. ഡാനി 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 രാധേ രാധേ രാധേ. ഡാഡി കുറച്ച് സമയത്തേക്ക് അനക്കമൊന്നും കാണില്ല. ഇല്ലെങ്കിൽ ബാവ് 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 വന്നതിന് കുറേ നേരം കുറച്ചുകൊണ്ടിരുന്നേനെ. ഡാനിക്ക് ശിക്ഷ കിട്ടി ഗൈസ്. നല്ല കുട്ടി. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം